ഉമ്മാമാന്റെ പേരേക്ക് ചോറ് കൊടുക്കാൻ പോയത്. ആ താരീഖിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉമ്മാമാന്റെ പേരേക്ക് ചോറ് കൊടുക്കാൻ പോയി എന്നുള്ള താരീഖ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനൊരു തുടക്കമുണ്ട്. അതെന്താ വെച്ചാല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാത്രി എവിടേക്കോ ഇറങ്ങിപ്പോകുന്നത് ഉമർ ഖത്താബ് കണ്ടു റളിയല്ലാഹു അൻഹു. എവിടേക്കാണ് സിദ്ദീഖ് പോണത് എന്ന് അറിയാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം പോകുന്ന സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മരത്തുമ്മ കയറിയിരുന്നു. മൂപ്പര് മരത്തുമ്മ കയറുന്നതിൽ വിദഗ്ധനായിരുന്നു പഴയ കാലത്ത് തന്നെ. അതുകൊണ്ട് കയറിയിട്ട് ആരും കാണാതെ കയറിയിരുന്നു. അറിയാൻ വേണ്ടിയിട്ടോ, അല്ല തെറ്റിദ്ധാരണ അല്ല, എന്താ സംഭവം എന്നറിയാനാണ്. രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ഉമ്മാമാന്റെ വീട്ടിലേക്കാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ മുമ്പായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മാമാന്റെ പേരെ പോയി. ഉമ്മാമാനെ കുളിപ്പിച്ചു, വസ്ത്രം മാറിക്കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വിരിപ്പ് നേരാക്കി കൊടുത്തു പോന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴേക്ക് എല്ലാം ക്ലീനാണ്. ആരാ ഇപ്പൊ ഈ പണിയെടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് മൂപ്പര് മരത്തുമ്മ കയറി. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു ചൊറുക്കാക്കൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കരുതിയിട്ട് ആ മരമൊക്കെ എവിടെയെന്നൊന്നും ആലോചിച്ച് നടക്കണ്ട. താരീഖ് പറയുമ്പോൾ അതിൻ്റെ ഒരു കോലത്ത് പറയണല്ലോ, അപ്പോഴുള്ള ഒരു കഥയാകുക. എന്തായാലും അങ്ങനെ. അപ്പം അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരത്തുമ്മ കയറിയിരുന്നു. എവിടേക്കായി പോണായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു പോണതെന്ന് മനസ്സിലായി. അതിലൈമന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉമറെ, ഇന്നത്തെ അധികാരി ഞാനാണ്, ഇന്നത്തെ രാജാവ് ഞാനാണ്, ഇന്നത്തെ ഖലീഫ ഞാനാണ്. അതുകൊണ്ട് ഇന്ന് അള്ളാഹു എന്നോടാണ് ചോദിക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാം. നാളെ നീയായിരിക്കും ഭരണാധികാരി, അന്ന് നീയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വസിയത്തായി ഏൽപ്പിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മാമാന്റെ പേരേക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്താണ്. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞത്. ശരിക്കും അധികാരം എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ്, അല്ലാതെ ചെയ്യാതിരിക്കാനുള്ളതല്ല. നമ്മളെ സംബന്ധിച്ച് ഓരോ അധികാരങ്ങളും നിർമ്മാണാത്മകമല്ല, നശീകരണാത്മകമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മുൻഗാമികളുടെ താരീഖ് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്ന് യോഗ്യതയുടെ അടിസ്ഥാനം. റഹ്മത്താണ് യോഗ്യത. വാത്സല്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. റഹ്മത്ത് ഏറ്റവും വലിയ യോഗ്യതയാണ്. ഞാൻ കുറെ ആലോചിച്ചിരുന്നു, അല്ലാഹു തആല സ്വർഗം എന്തിനാ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതെന്ന്. ശരിക്കും നമ്മളെല്ലാ സാധനവും വാപ്പാൻ്റെ അടുത്താണ്. യൂണിഫോമിൻ്റെ പൈസ വാപ്പാൻ്റെ അടുത്താണ്, സ്കൂളിലെ ഫീസ് അടക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്, മൊബൈൽ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്, മോട്ടോർ സൈക്കിളിൻ്റെ പൈസ വാപ്പാൻ്റെ അടുത്താണ്, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി പോന്നാൽ അതിൻ്റെ ഫൈൻ അടക്കാനുള്ള പൈസയും വാപ്പാൻ്റെ അടുത്താണ്. സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ ഓട്ടാണ്. അപ്പൊ എന്തിനായിരിക്കും ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ അടുത്താണ് എന്ന് പറഞ്ഞത് ഞാൻ കുറെ ആലോചിച്ചിരുന്നു. പിന്നെ എനിക്ക് മറുപടി കിട്ടി. എന്താ വെച്ചാൽ ഉമ്മാന്റെ അടുത്താവുമ്പോൾ എളുപ്പം വാങ്ങാൻ പറ്റും, ബാപ്പാന്റെ അടുത്ത് അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല. ഇമ്മാന്റെ അടുത്ത് സ്വർഗം കൊടുത്തിട്ടും ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓന 5 നയ പൈസ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കണം. അതായത് ഇന്നിപ്പോൾ ചില ഉമ്മാരുണ്ട്, എന്താ വെച്ചാൽ മക്കളോട് എന്തെങ്കിലുമൊക്കെ പിണക്കുണ്ടായാൽ എൻ്റെ മയ്യത്തുംപുറം പോലും ഓനക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും. ഓന് ഞാൻ ഒരിക്കലും സ്വർഗം കൊടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ പറയാനല്ലല്ലോ ശരിക്കും ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത്. ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതിന് കാരണം ഉമ്മാക്ക് റഹ്മുണ്ട് എന്നതാണ്. റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. റഹ്മുള്ളതിനാൽ ഉമ്മാക്ക് റഹ്മത്ത് കൂടുതലായിരിക്കും. എന്ത് കുരുത്തക്കേട് കാട്ടിയാലും ഇൻ്റെ കുട്ടിയല്ലേ എന്ന് ആലോചിക്കാൻ പറ്റും എന്നതാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ കാരണം. ഇതാണ് റഹ്മത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ അധികാരികളായി വന്നാൽ അതുവരെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളെയും മറന്ന് ഒരു പുതിയ മനുഷ്യനായി റഹ്മത്തിൻ്റെ കൽബുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ അധികാരം ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്നതിൽ നമുക്ക് വിജയമുള്ളത്. അല്ലെങ്കിൽ നമ്മളതിൽ പരാജിതരായി മാറും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടങ്ങാറാക്കിയത് മക്കക്കാരാണ്. ജന്മനാടിൽ നിൽക്കാൻ സമ്മതിക്കാതെ
മക്കയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓടിച്ചു വിട്ടു മക്കക്കാർ. മക്കം ഫത്ഹിന്റെ സമയത്ത് ദീനുൽ ഇസ്ലാമിന് മക്കം ഫത്ഹായി കിട്ടിയപ്പോൾ നബി തങ്ങൾ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് പറഞ്ഞൊരു വർത്താനുണ്ട്, എനിക്ക് നാളെ അള്ളാഹു ഷഫാഅത്തിന് അനുമതി കിട്ടിയാൽ നന്നാൽ ഞാൻ മക്കക്കാർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനസിക തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ അധികാരത്തിൽ വിജയിക്കുന്നവരായി മാറുക. മനുഷ്യന് രണ്ട് തരം ബോധങ്ങളുണ്ട് എന്നാണ്. ഒന്ന് അധികാരബോധവും മറ്റൊന്ന് അവകാശബോധവും. ഞാനീ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മനുഷ്യന് രണ്ട് ബോധങ്ങളാണ്, ഒന്ന് അധികാരബോധം, മറ്റൊന്ന് അവകാശബോധം. ശരിക്കും നമുക്കൊക്കെ ഉള്ളത് അവകാശബോധയിക്കാരം, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അധികാരബോധം കൊണ്ടാണ് കാര്യമുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 21 വയസ്സായ ഒരു കുട്ടിൻ്റെ നമുക്കൊരു മകൻ ഉണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാട്ടി നമുക്ക് എന്താ തോന്നുക? 10-21 കൊല്ലം പഠിച്ചോനെ ഞാൻ ഓനെ നോക്കി വളർത്തി ഉണ്ടാക്കിയിട്ട് ആ ചങ്ങായി എന്നോട് ചെയ്തത് ഇതാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക. ഈ തോന്നൽ അവകാശബോധമാണ്. 21 കൊല്ലം നോക്കി വളർത്തിയതിന് കാര്യമായിട്ട് എനിക്കെന്തോ ചെയ്തു തരാനുണ്ടായിരുന്നു, അത് ചെയ്തു തന്നില്ല എന്ന ബോധത്തെയാണ് അവകാശബോധം. ഇത് നേരെ തിരിച്ചാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവേ പഠിച്ചോനെ 21 കൊല്ലം ഓനെ നോക്കി വളർത്താൻ എനിക്ക് അവസരം തന്നിട്ട് നോക്കിയത് നേരായില്ലേ നാവറബേന്ന് തോന്നുന്നതിനാണ് അധികാരബോധം എന്ന് പറയുന്നത്. അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ, അവകാശബോധം കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും അധികാരബോധം ഉള്ളവരായി മാറണം. ഞാൻ ആരാണ് എന്നതാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ചിന്ത, ഞാൻ ആരാണ്. രണ്ടാമത്തെ ചിന്തയാണ് നിങ്ങൾ ആരാണ് എന്നത്. ആദ്യം ഓരോ മനുഷ്യനും എൻ്റെ അവകാശം എന്താണ്, എൻ്റെ അധികാരം എന്താണ്, എൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നിവയെക്കുറിച്ച് ചിന്തിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയലുണ്ട്, ഷാഫി ഇമാം റളിയല്ലാഹുവിന് മുഹദ്ദിസാണ്, ഷാഫി ഇമാം റളിയല്ലാഹുവിന് മുഫസ്സിറാണ്, സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹുവിന് ത്വബീബാണ്, ഇമാം ഷാഫി റളിയല്ലാഹുവിന് സാഹിത്യകാരനാണ്, ഷാഫി ഇമാം റളിയല്ലാഹുവിന് കവിയാണ്, ആബിദാണ്, ആലിമാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉത്തരവാദിത്തം കർമ്മശാസ്ത്രമാണെന്ന് മഹാനവർകൾ തിരിച്ചറിഞ്ഞതിനാൽ അതിൽ വേഗത്തിൽ വിജയിക്കാൻ പറ്റി. അല്ലാഹു തആല എല്ലാവരും ഒരേ ആവശ്യത്തിന് പടക്കല്ല. കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് തോന്നും എൻ്റെ ജീവിതം പറ്റരപ്പായി, ഒറ്റ കുട്ടി പോലും ഇല്ല. ഓനെ അല്ലാഹു തആല കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല എന്നുള്ളതാണ് ശരി. കുട്ടികളില്ലാത്തവരെ ഒന്നിനും പറ്റൂലെങ്കിൽ ആയിഷാ ബീവിന് എന്തിനാ പറ്റുക റളിയല്ലാഹു അൻഹ? ആയിഷാ ബീവി കുട്ടികളില്ലല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല. 2368 ഹദീസുകളാണ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. കുട്ടി ഉണ്ടായാൽ നടക്കൂല. നമ്മളൊരു സങ്കല്പം അനുസരിച്ച് പറയാട്ടോ നടക്കൂല എന്ന്, പോലെ ചെറുതാക്കാൻ വേണ്ടി പറയല്ല. കുട്ടി ഉണ്ടായാൽ നടക്കൂല എന്നുള്ളത് നമുക്ക് നമ്മളൊരു സങ്കല്പം അനുസരിച്ച് ആലോചിച്ചാൽ പറ്റുമല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത് കുട്ടികളെ നോക്കാനല്ല. അതന്നെ സംഗതി. ഓരോരുത്തരെയും അല്ലാഹു തആല ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ സാലിം ഫൈസി, എനിക്ക് മനസ്സിലാവണം അല്ലാഹു തആല എന്നെ എന്തിനാ പഠിച്ചതെന്ന്. എല്ലാവരും ഒരേ ആവശ്യത്തിനല്ല. ഇത് മനസ്സിലായാൽ വേഗം വിജയിക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാവുക? മനസ്സിലാവുക രണ്ട് രൂപത്തിൽ മനസ്സിലാവും. ഒന്ന്, റബ്ബാനിയായ ആളുകളുടെ ഉത്ബോധനങ്ങൾ വഴിയായി മനസ്സിലാവും. ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയായ മനുഷ്യൻ, ഒരു ആബിദായ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഈ ഇന്ന പണിയെടുത്തോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അള്ളാഹ് എന്നെ പഠിച്ചത് അതിനേക്കാരെന്ന്. അങ്ങനെയാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അജ്മീറിൽ വരുന്നത്. 90 ലക്ഷം ആൾക്കാർക്ക് കലിമ ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ചില്ലറ നമ്പറാത്. എന്തേ കാരണം? അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്ന വഴിയായി നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വരുന്നത്. റബ്ബാനിയായ ആളുകളിൽ നിന്ന് അറിവ് ലഭിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ വഴി. പക്ഷെ എല്ലാവർക്കും നടന്നോണമെന്നില്ല. രണ്ടാമത്തത് എല്ലാവർക്കും നടക്കും. അതാ ഇനി പറയാൻ പോണേ. രണ്ടാമത്തെ എന്താ?
നമ്മളെ എവിടെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തിയിട്ടുള്ളത് അതന്നെ ഇക്കാരം ഇന്നെക്കൊണ്ട് അള്ളാഹു തആല വിചാരിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോകുക. കുറെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ആളെ മാറ്റി നിശ്ചയിക്കും. അപ്പം നമുക്ക് മനസ്സിലായി അതല്ല ഉദ്ദേശിച്ചത് ഇതാണ്. അപ്പം അതിലേക്ക് വേണം. അതിനെയാണ് നിൽക്കുന്നതിൽ 100 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത്. ശരിക്കും അതാണ് വേണ്ടത്. ഇപ്പം എനിക്കിങ്ങനെ തോന്നുകയാണ്, ഞാൻ സാലിം ഫൈസി മഹാനവർകളായി എനിക്കിങ്ങനെ തോന്നുകയാണ്, ഒരുപാട് ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നുണ്ട്, എനിക്ക് ഒരു പുതിയ ഫോർച്യൂണർ കാറും എൻ്റെ വാപ്പാക്കൊരു പെട്രോൾ പമ്പും അതിന് ഇഷ്ടം പോലെ പൈസ ഇഷ്ടം പോലെ എണ്ണടിച്ചോന്ന് വാപ്പാൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ കുറേയും കൂടിയൊക്കെ ഫുൾ ടാങ്ക് എണ്ണടിച്ചിട്ട് ക്ലാസ് എടുത്തുങ്ങാണ്ട് ഇങ്ങനെ പോകാമായിരുന്നു എന്ന് തോന്നുന്നതിൽ ഒരർത്ഥമില്ല. പിന്നെ എന്തേ ഉള്ളൂ, അങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ള മണ്ടക്കാർ ഉപയോഗിച്ച് ഉള്ള പൈസക്കനുസരിച്ച് ഡീസൽ അടിച്ചിട്ട് അനക്ക് എവിടൊക്കെ എത്താൻ പറ്റുമോ അവിടൊക്കെ എത്തിയാലും കിട്ടുന്നത് 100 മാർക്കാണ്. സ്വന്തം ഫോർച്യൂണർ, പുതിയ ഫോർച്യൂണറും വാപ്പാക്ക് പെട്രോൾ പമ്പും ഫ്രീ ആയിട്ട് വണ്ടി നിറയെ എണ്ണ ഉണ്ടെങ്കിലും കിട്ടാൻ പോണത് 100 മാർക്കാണ്. 110 ഇല്ല, മാർക്ക് മാക്സിമം 100 ഉള്ളൂ. ഇനി ഇതൊന്നുമില്ല, ബസ്സിൽ കൊത്തിപ്പിടിച്ച് പോയാലും കിട്ടാനുള്ളത് 100 മാർക്കുള്ളൂ. നിന്നെ അള്ളാഹു എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അതിൽ 100 മാർക്ക് വാങ്ങാനാണ് നിർദ്ദേശമുള്ളത്. മറ്റേന് പറയുന്ന പേര് അക്കരപ്പച്ച എന്നാണ്.